வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அம்மா பாரதி ஜெயம் பண்ணியிருக்காங்க. வணக்கம். வணக்கம். இன்னைக்கு நம்ம என்ன பார்க்க போறோம் அப்படின்னா, கிங் லயர் அப்படின்னு சொல்லிட்டு நம்ம திலீப் ஏட்டனோட படம் தான். நீங்க திலீப் ஏட்டன் மூவிஸ்லாம் நம்ம தான் பண்ணோமே. ஸோ மம்மிக்குமே திலீப் ஏட்டன் பிடிக்கும், எனக்கும் திலீப் ஏட்டன் பிடிக்கும். ஒரு காமெடிஸ்லாம் வந்து ஆக்சுவலி நான் வீடியோ போடுவேன்ல, அது வீடியோவில் வந்து டிவியில் போட்டுட்டு அம்மா அப்பா 2 பேரும் மறுபடியும் பார்த்து பார்த்து சிரிச்சிட்டு இருப்பாங்க. ஸோ அந்தளவுக்கு அவங்களுக்கு பிடிக்கும். நீங்கள் எல்லாருமே இதை ரெக்வஸ்ட் பண்ணி வேறு கேட்டிருந்தீங்க, மை பாஸ் கேட்டிருந்தீங்க. அதுக்கெலாம் வந்து சப்டைல்ஸ் கொஞ்சம் கிடைக்காம இஷ்யூஸ் இருந்துச்சு. மை பாஸ்க்கு சப்டைல் கிடச்சிருச்சு இப்போ. ஸோ ஃபஸ்ட்டு நம்ம கிங் லேயர் பார்த்துடலாம். பார்த்துட்டு அடுத்து மை பாஸ் பார்க்கலாம் அப்படின்னு டிசைட் பண்ணியிருக்கோம். ஃபர்தராக உங்களுக்கு வேறு ஏதாச்சும் சப்டைல்ஸ் இல்லை அப்படின்னா நாங்கள் சொல்கிறோம், அது மட்டும் கண்டுபிடிச்சி கொடுங்க. இப்போ நம்ம இந்த படத்துக்குள்ளே போயிடலாம். இதில் வந்துட்டு நம்ம மடோனா செபாஸ்டியன் இருக்காங்க. அப்புறமேட்டு நமக்கு லால் இருக்கார், சித்திக்கி லால். அவர் தான் வந்து டேரக்டர்னு நினைக்கிறேன். அப்படி தான் போட்டுருந்துச்சு சாட் ஜிபிடியில். எனக்கு இப்போ தான் வந்து ஒரு டேரக்டருங்கிறது தெரியும். ஸோ பயங்கர எக்ஸைட்டட். இவங்க வந்து ஆஃப்டர் பஞ்சாபி ஹவுஸ் இவங்க காம்போ மறுபடியும் பார்க்க போகிறேன். ஸோ எப்படி இருக்குன்னு பார்ப்போம். பார்த்து முடிச்சு டிஸ்கஷன் வச்சுக்கலாம். போகலாமா? போகலாம். ஓகே. இந்த மாதிரி கேமரா வாங்கணும். பியூட்டி பேஷண்ட். பாவாங்க பொண்ணு ஜெயிச்சிருச்சு போல. ஃபஸ்ட்டு ஃபேஸை காட்டல, வரும்போது கட்டினாங்க. அதுக்கப்புறம் சஸ்பென்ஸான மியூசிக் கூட. Very done. Cheers, guys. சண்டை மேல மாட்டி குலகுறாங்க. ஆமாம், சைட் ட்ரம். ஓ, இன்ட்ரோடக்ஷன் பயங்கரமாக தலைச்சி அவர்தான் ஸ்கூல் திறந்துருக்காரு. ദൈവമേ കാത്തോളണേ. പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഈ സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. എന്റെ അമ്മയാണ് സത്യനെ കള്ളനല്ല മാഷേ. ഓ, ഇവർ തിരിട്ടാണ് சொல்லி ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു. എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്ക്. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നു. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? ആധാരം എടുത്തിട്ട് വരാറാ. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും
ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? മാഷെ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ഛേ, താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാതെ കഷ്ടം. പറയട്ടെ ഗോപി മാഷ്, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നിർത്തടാ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നിന്നാണ് നീ എം പി എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയടാ നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്, ഏത് യൂണിവേഴ്സിറ്റി? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക്. ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ஓ இப்போ ஒரு பொய் சொல்லியிருக்காரு. ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് കെ കൃഷ്ണകുമാറിനാ. ആണാ? ചിലപ്പോ 2 റാങ്ക് ഉണ്ടാവും. അപ്പഴേ പൊട്ടിക്കും. നട്ടാൽ മുളക്കാത്ത സൈസ് നുണയവൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിൽ എഴുതിയും തെളിയിച്ച ഞാൻ തല മൊട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. ஓ கழுத புலி, மொட்டை அடிச்சுக்கிறாராம். அதான். கரும்புலி செம்புலி குத்தி கழுத போறாராம். 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാടുവിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ஓ அட்டாக்கிங்லேடா. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോ 1ഓ 2ഓ ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നിന് ഒരിക്കലും വീര്യം കുറയില്ല. അന്നത്തെ ആ MBA നുണ പാളിപ്പോയെങ്കിലും MBA-കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറാണ് ഞാനിപ്പോ. പ്യൂൺ, ആരാ വന്നേക്കുന്നത് നോക്കൂ. டூப்ளிகேட் சர்டிஃபிகேட் அடிக்கிற வேலை பார்க்கறாரு. വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. എന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി. ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. ഇന്ന് കണിയേണ്ടവൻ എന്നും കാണണേ. ആ ഒരു 500 രൂപ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്. എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കണ മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടാ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ, സ്പീക്കിംഗ്. പ്രശാന്താ? ഏത് പ്രശാന്ത്? അഞ്ജലിയുടെ ഫ്രണ്ടാ? യാ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാം. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, അതെ. ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ എന്റെപ്പാ, അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന്, ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ല. കൊറേ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ലവറോட ഫ്രണ്ട്സ് അഞ്ജലി അവളുടെ ഉടുക്കത്തൊരു ജാടെ. അണ്ണൻ വിചാരിച്ച നല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടില്. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളാ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവര് വരുന്നത്. പിന്നെ എന്തോ റെക്കമെൻഡേഷൻ. ഞാൻ ഇതിന്റെ മേളിലുള്ള ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ്മാ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണം. എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണം. എന്ന് പൊക്കുന്നു പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? அவரோட கொடுமையே அந்த பொண்ணுகிட்ட சொன்ன பேரே மறந்துட்டாரு இவரு. நிறைய பேர் எல்லாத்தையும் சொல்லியிருப்பாரு. ചായ കുടിക്കണ്ടേ? കുടിച്ചോടാ. உள்ள போய் சொல்லிட்டே இருப்பாரு. തുപ്പുണ്ടായിരുന്നു. ചേട്ടാ, അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല. മാറണ്ട. എന്താ പനി കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്കാക്കാൻ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായിരുന്നു. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ, ചുമല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല. കളർ മാറ്റി சொல்றாரு. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. வெள்ளையா? നീല. നീല. ஓ கலர் பெயிண்ட் அவரு. പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ. സാർ ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല. ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ചമഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പുറകെ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്കെന്താ വേണ്ടത്? മനസ്സിലാണ് ഭാഷ. പറ സത്യ. വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങും നീ കസേര. ഹലോ,
നിന്റെ ആൾക്കാരാ. യെസ്, വരാൻ പറയൂ. ആഹാ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If we are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes sir. Hey, yes sir. What sir? You bullshit. You I am the boss of this office. What are you doing? You glass. Oh God, this man is making me crazy, you know. Oh, sorry guys. വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തത്. കറവക്കാരന്റെ മോൻ. Making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതക്ക് ഈ ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരുന്നുണ്ട്. ആറഞ്ച് ചുരിദാർ. ഇനി പച്ചയായിരിക്കും. ലക്ഷ്മി, the actual problem is ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ് ഈ ബാനർജി അസോസിയേറ്റ്സ്. നരന്റെ കൺസൾട്ടൻസിക്ക് അവരുമായി നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് വെൽ, ഞാൻ പ്രഷറൈസ് ചെയ്താൽ ഒരു പക്ഷെ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലും ഇല്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ? For what? ചമ്മൽ. See, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാർ ടീ. Yeah, please. This boy is also my friend. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂമ്മയുടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. Charity is our duty, you know. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. അല്ല, That's nice. ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ? Yeah, yeah. ചെവി ഉണ്ടെങ്കിലല്ലേ കണ്ണട വെക്കാൻ പറ്റൂ. Like you. That's nice. It's quite interesting. Leave it, leave it, leave it. സാറേ You go. ഇന്നായിരുന്നു ഡിസ്ചാർജ്. Oh. ഒരു 1000 തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. டைமிங் யூஸ் பண்ணிட்டான். இந்த டைம்ல கேட்டாதான் இந்த டைம்ல கேட்டதை காசு கொடுப்பேன். Of course. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, it was too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ, ആയിരം കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളതാ. கேஷிட்டு வைக்கணும் வச்சுட்டு. ഞാൻ പ്രാർത്ഥിക്കാട്ടാ. Thank you, poor neighbor boy. Oh, God, എന്തൊക്കെ സിനിമ sorry. കേൾക്കുന്നത്? എന്തായാലും അഞ്ജലിയോടെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ. Let me see what can I do for you. Okay? Thanks a lot. ஓ, மடோனஸ் பெஸ்ட். யாரா அஞ்சலி வச்சிட்டு இருக்கு? ആഫ്റ്റർ പ്രേമം നിனைக்கிறேன். ഹായ് അഞ്ജലി, എന്താ നിന്റെ ഡിസിഷൻ? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആൾ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലീസ് അഞ്ജലി, സംഗതി ഏറ്റാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഏറ്റില്ലെങ്കിലോ? മോളെ നീ ഒന്ന് വിളിക്കേ. ചേച്ചി പ്ലീസ്. ഞാനല്ലേ പറയണേ, വിളിക്കേ. இவளுக்கு வந்து அவரை பிடிக்கவே இல்லை. நீங்க சொல்றதுக்காக பண்றேன். Fine, fine. അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേഷന്റെ ഉടമ സുനിൽ ഷെഡ്ഡി, അല്ല സുനിൽ ബാനർജി എന്റെ ഒരു ഫ്രണ്ടാണ്. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. ഞാൻ പിഴിഞ്ഞെടുക്കും. ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. அவர் வந்து அவங்கள பத்தி பேசல, செடி பத்தி பேசிட்டு തലത്തിൽ ആശ എന്താണ്? അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. അലക്കി തീർന്നിട്ടില്ല. അപ്പൊ സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ, ഐ മീൻ ഡിറ്റർജന്റ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലില്. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ. എടാ എന്റെപ്പാ, ഇതെന്താ? ഇത് തന്നെയാണോ ഏത് സമയത്തും ടൈം പാസ്. എടാ ഇത് നോക്കിയേ. ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വിചാരിച്ച മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നെയൊക്കെ? എന്താണ്? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10,000 20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ദേ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നും. green screenல வச்சிருக்காங்க. ഒരു മിനിറ്റ് ഇപ്പൊ സോറി ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർ. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്.
മൈ ഗോഡ് ഇത് അവർക്ക് ஞாபகம் ഇത് പറയൂ ആരാ ഇത് ആനന്ദ് വർമ്മ. ലാൽ ഒരു അമ്മ அந்த டைரக்டർ യു നോ ഹിം ആരാ ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ അറിയോ അറിയോ ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആർക്കാണ് ആനന്ദ് വർമ്മയെ അറിയാത്തത്? you said it angel exactly ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മ. oh my god you know everything about him king and queen exactly അറിയോ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. oh god ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. really അൺഫോർച്ചുനേറ്റ്ലി ഷീ ഡിഡ്ന്റ് ഡു വെൽ. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ஆனா அப்ப என்ன சம்பவம் ஆச்சு சொல்லல. അഞ്ജു 5 മിനിറ്റ് hey man are you alive yeah എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യുന്നത്. ஓ ஃபோன் பேசினதுனால ஒபாமா கூட ചോറിനെന്തറാ ചാളക്കറി no no way it's impossible போப்பு കണ്ടുപിടിച്ചാവ. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസാണ്. ഓ അതൊക്കെ കണ്ടു അല്ലേ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ that's I took some photos ഇതും അങ്ങനെ yes yeah அடிக்கிட்டான் பையன். அதுக்கு ஒரு கதை சொல்ல போறாரு. அவங்க அப்பான்னு சொல்லி உருட்ட போறாரு நினைக்கிறேன். என்னாச்சு? மூளைக்கு யோசனை பண்ணியாவது ரைட் எரியுது. அவங்க oh அப்பா my goodness oh my god madam tussauds wax museum ലണ്ടൻ ലണ്ടനിലെ ഗാന്ധിജിയുടെ മെഴുക് പ്രതിമ. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. അവര് എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. ലീവ് ഇറ്റ് നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ, നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ്. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? என்னடா பண்ணி வச்சிருக்கிற? അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 5 അടിച്ചു മാറ്റിയത്. അതല്ലടാ പോർക്കെ, പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ എടുത്ത് അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി വീട്ടിൽ മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? മഹാത്മാഗാന്ധി രാഹുൽ ഗാന്ധി. സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്താ ഡിസൈൻ ആരുടെ അതെന്താ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മളോ തരൂല വെറുതെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കൊല്ലടാ. സോറി അണ്ണാ. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവൻ പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ അണ്ണനെ ഒരു ഹെൽപ്പ് ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ഓ വേല കിടത്തിച്ചു അവനുക്ക്. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. അവൾക്ക് പിടിക്കില്ല സത്യം. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാ. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ അവിടെ റെക്കമെൻഡ്
ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട, ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ ഓക്കെ, താങ്ക് യു സർ. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന ആ അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരകൾ ഓടിക്കാരുന്നില്ലേ? എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. നമ്മളെ തിപ്പിട്ടമേ. നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ ഞാൻ കണ്ട്. എന്താ കസ്റ്റമേഴ്സിന് തങ്ങല്ലേ? ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേര് ദോഷം. അതുപോലെ തന്നെയാണ് ഇത്. ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ഞാനും ചത്തെന്ന് പറയായിരുന്നു അണ്ണാ. അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിൽ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും ഇല്ലടാ. ഈ സമാധാനത്തോടെ അങ്ങനെ തിരിഞ്ഞാ വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ്. നീ അല്ലട തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ, ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. ഹലോ, മറുപടി ഒന്നുമില്ല. ഹലോ, ഇല്ല ഫ്രീ ആണ്, പറഞ്ഞോളൂ. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. ആരാണ്? സുഷമേണ? എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ? കാമരാജ് ലൈനൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ അതെ, അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല, ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ, എന്താണോ പ്രശ്നം? ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹിയിട്ട് ജോൺ അവനെ തള്ളി മാറ്റി. തള്ളിയൊന്നുമല്ല, ഇവനവനെ നല്ല അടി വെച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അത് മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ, ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെ വേണം. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാ കൊന്നാളെന്നാ പറയുന്നത്. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പില് തോമസ് ചെന്നക്കാരനുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നോണ്ട് പറയാ, വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നരൻ, അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രേക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, അണ്ണനോ ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ഓക്കമാൻഡിലെ ഊച്ചാളിസിനെ വിളിക്കും. കിട്ടി. ആഭാസന്മാരിയുടെ പത്താധിപർ ശശികുമാർ ആറാട്ടൂടെ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാളുടെ
കട്ടിലും പൊട്ടി വെച്ച് പോളി വെറ്റി ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാരനെ ശരിക്ക് ഷെയ്പ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോറി കാത്താനിരിക്കുക. அவரை பத்தி ஸ்டோரி வச்சிருக்கேன். പീഡനം വാണിഭം ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് ഇമ്പഴത്ത് കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാനാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഏതോ തപ്പ് കണ്ടുപിടിച്ചിട്ടാണ്. ഹലോ മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നെ കണ്ട് മനസ്സിലാക്കോളും. ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. മന്ത്രിയോ? നിവൃത്ത മന്ത്രിയോ? ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല ഞാൻ ഒന്നിനും. വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. നീ ആരാ വെച്ചേ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഓ അന്തത്തില് കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലൊക്കെ திருப்பி கூப்பிட்டானா விழுந்துட்டான்னு அர்த்தம். കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ഒരുപാട് ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി പണ്ണന്റെ പ്ലാനറ്റ് അല്ലെങ്കിൽ ഞാനൊരു ലോക്ക് ഇട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്ക് ഇട്ടാരും പറഞ്ഞാണ്. ചുമഷോ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പറഞ്ഞു. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ആ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ ഏത് ഞാനാണ്? കേട്ടില്ല. ആരാണ് ഈ ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഹലോ, ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തും. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായി മുടിച്ചിരിക്കണേ. ആ പയ്യനെ ഒന്ന് ചേർന്ന് വിളിച്ചു പറ. ഉടനെ പറ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. 50,000 சேர்த்து ரிட்டர்ன் வந்துட்டாங்க. ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണല്ലോ. പരുന്ത് പിന്നെ പക്ഷിയുടെ മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം. പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല, അത് പ്രശ്നമാക്കണം. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കെന്ന് അറിയാവോ? വായിച്ചല്ല അന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇടപെടണം? എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ്, യു നോ. നരൻ, സോറി, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി. ലീവ് ഇറ്റ് ബേബി, ലീവ് ഇറ്റ്. എന്റെ സോറി, മോതിരം ഒരിടത്തും അല്ല. എന്തിനി? അല്ല, മോതിരം മറ്റല്ലേ? അതൊക്കെ പിന്നെ മുഹൂർത്ത സമയം നോക്കിട്ട്. ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. ഞാൻ സേറ്റുഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ കൊണ്ടാകത്ത്, ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്നാവട്ടെ, ആരും പേടിക്കണ്ട. ചെന്നക്കാണ്ട് പോരും. ലച്ചു കേട്ടാ. ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണ അവന്മാരെല്ലാരും അകത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. വരല് തൊട്ടെ. ഇതിനകത്തേക്ക് വരല് തൊട്ടോ. ആ, ഒന്നുകൂടെ പേടിക്കണ്ട. അവന്മാര് 10 പൈസയും കൂടി ഇങ്ങോട്ട് വരും. അത് നിനക്ക് എങ്ങനെ അറിയാം? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണ്. അതുകൊണ്ടല്ല അണ്ണൻ ഈ വരലെ തന്നെ തൊട്ടത്. മറ്റേ വരലാണ് ഞാൻ നേരത്തെ മൂക്കിലിട്ടത്. ഫൈസലകത്തേക്കല്ലേ, പിള്ളേരോടെ കാത്തിക്കണം. മിനിസ്റ്ററിന് ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ധൈര്യട്ടിരിക്കേ, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. നമുക്ക് അടിച്ചോണ്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോടാ. അയ്യോ, பட் ஆனா அது மினிஸ்டர் கூட இப்ப கார்ல போயிட்டாரு, ஃப்ரெண்ட்ஸ் இப்படி சொல்லி நினைச்சுப்பாங்க.
അയ്യോ വണ്ടി എടുക്കോ. ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യതയുള്ള സ്ഥലമാണ്. എടാ എന്റെപ്പാ ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ. അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ. അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടെന്ന് കഴിഞ്ഞാ ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ടൈം ബെസ്റ്റ് ടൈം ആണെന്ന്. നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ. നിന്റെ ഒരാശം ഇട്ടായിരുന്നു. ക്ലോസ് ചെയ്തു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ ചേട്ടാ നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? അണ്ണൊരു കാര്യം ചെയ്യ്. അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. വിരോധമില്ലെങ്കിൽ അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ഉണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ മാമൻ കേക്കട്ടെ. ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ രണ്ടെണ്ണം അടിച്ചിട്ട് ഞങ്ങള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ പൊക്കോ. താങ്ക് യു സാർ. അത് ശരി. അയ്യോ പാവം അവർ കൈ വിരലയെ ഉടച്ചിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരിക്കട്ടെ. അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. പോണേല്ലേ പൊന്നോ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. ഇളന്ന് ഓന്താ അഞ്ജലി ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തേക്കൺ. ഇതാരാണ് ഉമ്മ? പൊതുവാൾ മാഷ. അപ്പൊ അഞ്ജലി. കണവ പള്ളി പൊട്ടായി. അതെടാ ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്ര മുമ്പ് ചെളിച്ചത്. സോറി. എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് ധരിക്കുമ്പോ മനസ്സിലായി. അവളെ മാരേജ് பண்ண പള്ളി വാങ്ങിடுவான்னு പൊട്ടകടാപ്പാ. ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. ഇയാള് കോടീശ്വരനാണോ? അല്ല സാധാരണ കെട്ടാൻ പോണ പെണ്ണിന്റെ കോടീശ്വരനാകുമ്പോ എല്ലാവരും കൂടെ തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ തുക്കണാച്ചി ഓന്തുളുക്കി ഓടങ്കൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നും ഇന്നലും നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ് ഒന്ന് ശ്വാസം വിട്ടോട്ടെട്ടാ. അണ്ണാ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്, എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റും. ഫ്ലാഷ് ബാക്ക് എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ച്. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പിടിഞ്ഞ ഗ്രാമമുള്ളത്? പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരത്ത് യു പി സ്കൂൾ. ആ സ്കൂളിലെ പ്യൂണായിരുന്നു എന്റെ അച്ഛൻ. അണ്ണാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അണ്ണാ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോകണ്ട അവിടുന്ന്. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോ 1ാം റാങ്കായിരുന്നു, 10ാം ക്ലാസ് പഠിക്കും മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്ന്. അണ്ണാ നോണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. രസമല്ല സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ അയ്യേ അണ്ണൻ തോന്നി ഒരു പിള്ളേരെ പോലെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല ഉണ്ടാക്കൂല. പറഞ്ഞു നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. പൂവിലും ശബളാവമാം ശലഭത്തിലും
ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോ എനിക്കൊരു കഴുകനട ഓർമ്മ. അങ്ങേരുടെ തൊട്ടു പുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈയല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈ പിടിച്ച് തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. സ്കൂളിൽ എന്തേ ലവ്? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്ക് ഒരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്ക് എല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായി. ഉഗാണ്ടയിൽ ഈദിയമീൻ ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷ്. പദ്യം പഠിച്ച മാഷെ മറന്നുപോയതാ. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. പിടിക്കടാ. വളഞ്ഞു ഇല്ലല്ല വളയത്. എന്നോട് വിജയനര ചൊല്ലി ഞാൻ കാരുണ്യവാരി വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. സ്മാർട്ടാവല്ലേ? ഓ സിമ്പത്തി. വിനോദ് AG. ചന്ദ്രിക. മതി മാഷി തല്ലിയത്. അവക്ക് 48 മാർക്കില്ല. ഇവനെ ചൊല്ലി അവള് കെട്ടിയത്. ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് അടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു. കമ്മി മാർക്ക് കറക്റ്റാണ് ആൻസർ എഴുതി അടിച്ചു വിട്ടത്. ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരിയുത്തരം എഴുതി, അത് വെട്ടി, പിന്നെ തെറ്റുത്തരം എഴുതി. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. പരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വെച്ചു. കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. A+B² അത് കിട്ടിയില്ലേ? ഈ 2 ദിവസം കിട്ടിയോ 25 മീറ്ററിന്റെ? ഈ 9ഉം 10ഉം ഇത് ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. ഓ ശരി, ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടാ പോലെ. എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല, എന്താ മോളെ ചോദിച്ചാള്? പൊതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ആളുകൾ നോക്കുന്നു, കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞു. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ? ഇതും നടക്കും. എങ്ങനെ? அவர் என்ன திருட போயிருப்பாருன்னா ஆன்சர் ஷீட் திருட போயிருப்பாருன்னு நினைக்கிறேன். கொஸ்டின் பேப்பர் இதுக்கு மேலே திருடி என்ன பண்றது? ஆன்சர் ஷீட் தான் திருடுறதா? ஆன்சர் ஷீட் தான் திருடி மாற்றி வைக்கணும். தேங்காய் எடுத்துட்டு இருந்தோம் பார்த்துட்டேன். ஃப்ரெண்ட்ஸ் படத்துல விஜய் பண்ற மாதிரி. ஃப்ரெண்ட்ஸ் விஜயா? அந்த இவரு சத்யராஜ் ஹெட் மாஸ்டர் பாக்கல. ஆரா? அங்க போய் ஆன்சர் பேப்பர் கொஸ்டின் பேப்பர்லாம் திருடுவாங்க. തുറക്കടാ. മാടിയിട്ടാ. തുറക്കാൻ. തറേ. തുറക്കാനാ പറയാ. ഓ ഇതിനാലதான் ഒരു പേര് കെട്ടപ്പറായിരുന്നു. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്ക. அப்பா இது
എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയത്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് ആ അലമാര തന്നെ വന്ന് തുറന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയിൽ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ? മേലാളി കോമ്പൗണ്ടിൽ കയറി പോയത് പോണോ? നോക്കി ഇറങ്ങി அதுல ஸ்கூல் விட்டு வந்துடுறேன். ஓகே கேஸ், நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிடலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். டாடா.